ഹലോ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ടെറസിൽ നമ്മുടെ ഒരു വെള്ളരിക്ക തൈ നട്ടിട്ടുണ്ടായിരുന്നു. അതിൽ 2 കുഞ്ഞ് വെള്ളരിക്കുണ്ട്. അത് പഴുത്തോട്ട് അത് പറിക്കാൻ പാകത്തിനായിട്ടുണ്ട്. അധികം വലുപ്പമൊന്നും വെച്ചിട്ടാട്ടോ, നമുക്ക് എന്തായാലും ഇത് പറിക്കാം. ഇനി മഴയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അത് കേട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ 2 വെള്ളരിക്കയും പറിച്ചെടുത്തിട്ടുണ്ട്. മാത്രമല്ല നമ്മളിതിന് പ്രത്യേകിച്ച് വളമൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിട്ടാ. വീട്ടിലെ പച്ചക്കറി വേസ്റ്റും പിന്നെ നമ്മുടെ ചായപ്പൊടി വേസ്റ്റും മാത്രമേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിട്ടു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഞാനൊരു പ്ലാന്റ് കൂടെ കാണിച്ചു തരാം. ഇത് നമ്മുടെ ചെറുനാരങ്ങയുടെ തൈയാണ് കേട്ടോ. നമുക്കിപ്പോൾ ഇത് വെച്ചിട്ട് ഇപ്പോൾ 2-3 വർഷമായി. കഴിഞ്ഞ പ്രാവശ്യം നമുക്കിതിൽ നിന്ന് കുറച്ച് ചെറുനാരങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം കുറച്ച് പിടിച്ചിട്ടുണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പിടിച്ചിട്ടുണ്ട്. ആയിട്ടില്ല കേട്ടോ, പറിക്കാനായിട്ടില്ല, പാകത്തിന് ആയിട്ടില്ല ഇത്. അപ്പോൾ ഇതാ നല്ല നമ്മളെ വീട്ടിൽ തന്നെ ചെറുനാരങ്ങയൊക്കെ കായ്ക്കുമ്പോൾ നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷം, അതൊന്ന് വേറെ തന്നെയല്ലേ. അപ്പോൾ അത്യാവശ്യം ചെറുനാരങ്ങ ഇതിലുണ്ട് കേട്ടോ. ഇതിന് പ്രധാനമായിട്ടും നമ്മൾ ജൈവവളമാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ചാണകപ്പൊടി, ഉണക്ക ചാണകപ്പൊടി, പിന്നെ കരിയില കമ്പോസ്റ്റ്, അത് മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. മറ്റുള്ള വളങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അധികമൊന്നുമില്ല കേട്ടോ, അത്യാവശ്യത്തിന് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് കുറച്ച് ഉണ്ടായിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ കറിവേപ്പാണ് കേട്ടോ. അതാ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. വർഷങ്ങളായിട്ട് നമ്മുടെ കറിവേപ്പിൽ ഇതുപോലെ തന്നെ നല്ല ആരോഗ്യത്തോടെ തന്നെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ കറിവേപ്പില നന്നാവുന്നില്ല, മുരടിച്ചു പോകുന്നു എന്നൊക്കെ പറയുന്നവർക്ക് കറിവേപ്പില നന്നായി വളരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വീഡിയോ ഞാൻ കുറച്ച് മുമ്പേ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കിയാൽ നമ്മൾ കറിവേപ്പില തഴച്ച് വളരാനുള്ള ടിപ്സ് അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ കറി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. 3-4 തൈ, വലിയ തൈ തന്നെ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ സപ്പോട്ടയാണ് കേട്ടോ. സപ്പോട്ട തൈ വെച്ചിട്ട് കുറച്ചായി ഇത്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് പിടിച്ച സപ്പോട്ടയാണ് ഇത്. എന്തോ പക്ഷിയോ എന്താ കടിച്ചതെന്നറിയില്ല, വവ്വാലാണോ എന്താണെന്നറിയില്ല, എല്ലാം കടിച്ചിട്ട് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ 2 ഞാൻ പറിച്ചെടുത്തു കേട്ടോ, ബാക്കിയൊക്കെ കടിച്ചിട്ടാണ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ സൈഡിൽ തന്നെ ആയിട്ട് നമ്മൾ പ്ലാവും തൈ, നെല്ലിക്ക തൈ, പേരക്ക തൈ, പിന്നെ നമ്മുടെ മാവും തൈ, പിന്നെ നമ്മളെ ചെറുനാരങ്ങ തൈ ഒന്നുകൂടി ഉണ്ട് കേട്ടോ, അതെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്ലാവും തൈ എന്ന് പറയുന്നത് വിയറ്റ്നാം സൂപ്പർ എർലി എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്ന ഒരു തൈയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ചക്ക പറിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്രാവശ്യം 4-5 ചക്ക പറിച്ചായിരുന്നു കേട്ടോ. ഇതിപ്പോൾ വെച്ച് കൊടുത്തിട്ട് ഇപ്പോൾ 3-4 വർഷമായി. ഈ ഒരു പ്ലാന്റ്സൊക്കെ വെച്ച് കൊടുത്തിട്ട് 4 വർഷത്തോളമായി. പിന്നെ ഒരു ചെറുനാരങ്ങ തൈയുണ്ട്, പിന്നെ ഒരു ചാമ്പക്ക തൈയുണ്ട്. ചാമ്പക്കൊക്കെ ഇഷ്ടം പോലെ പിടിക്കുന്നുണ്ട് കേട്ടോ അതിൽ. പിന്നെ 2 വർഷം മുമ്പ് നമ്മുടെ വീട്ട് മുറ്റത്ത് തന്നെ നമ്മളൊരു ആപ്പിൾ ചെറി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ ധാരാളം ആപ്പിൾ ചെറി ഉണ്ട്. നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലതാണ് കേട്ടോ ആപ്പിൾ ചെറി കഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.